വേറൊരാളുടെ നമുക്ക് പ്രശ്നം എടുത്ത് തലമണ്ടയ്ക്കകത്ത് വെച്ച് മെഴുകുതിരിയായിട്ട് ഉരുകി തീർന്നോളാന്നുള്ള നേർച്ചയുണ്ടല്ലോ, ആ നേർച്ചയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമാധാനം. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നമ്മുടെ ചുറ്റുമേ ബില്യൺസ് മനുഷ്യരില്ലേ? ഈ മനുഷ്യർക്കൊക്കെ അവരവരുടേതായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾക്ക് തന്നെ തീർത്താത്ത കുറെ പ്രശ്നമുണ്ട്. പിന്നെന്തിനാണ് നിങ്ങൾ മറ്റൊരാളുടെ പ്രശ്നം എടുത്ത് ഇങ്ങനെ തലയ്ക്കകത്ത് വെച്ചിട്ട് ഉരുകുന്നത്? ഓരോ മനുഷ്യർക്കും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള വഴികൾ അറിയാം. നിങ്ങളോടൊരാൾ വന്നിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളോടൊരു വിഷയം പറഞ്ഞു എന്ന് കേട്ട് അപ്പോളെ അത് അയ്യോ എന്റെ പ്രശ്നമാണ്, ഞാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യണം എന്നും വിചാരിക്കേണ്ട. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിലൊന്ന് സഹായിക്കാമെന്നല്ലാണ്ട്, അതല്ലെങ്കിൽ അതിനുള്ളൊരു അഡ്വൈസ് കൊടുക്കാമെന്നല്ലാണ്ട്, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നു. എപ്പോഴും മനുഷ്യർക്ക് എന്താണ് ആവശ്യം? മറ്റു ചിലരുണ്ട് വന്ന് ചെറിയൊരു സങ്കടം പറഞ്ഞാൽ പിന്നെ അയാൾ നമ്മുടെ ആരോ വലിയൊരാളായി, നമ്മുടെ കുടുംബത്തിലെ ആരോ ആണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. പിന്നെ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര എഫേർട്ട് എടുക്കുന്നു, അയാൾക്ക് ഒരു ടെൻഷൻ അടിക്കുന്നു, അവിടെ ചെന്ന് അവിടെ വായിരിക്കുന്നേക്കുന്നു, ഇവിടെ ചെന്ന് ഇവിടുന്ന് വായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാവുന്നു ഈ നമ്മളിലേക്ക് വന്ന സംഗതി ഒരു ഫ്രോഡായിരുന്നു, അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്ന സംഗതി അർഹതപ്പെടാത്ത ഒന്നായിരുന്നു. കടന്നു പോയിട്ടില്ലേ? ഇനി നമ്മുടെ ലൈഫിലേക്ക് വന്നു നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ ടെൻഷനെ നമ്മളെടുത്ത് ഇടനെഞ്ചിൽ വെച്ച് നമ്മുടെ BP നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. വേറെ ആരും ഇല്ല നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ പാർട്ണറായിട്ട് നിൽക്കുന്ന ഒരാൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ അതിന് പോലും നമ്മളാദ്യം ബോൾഡ് ആവണം, നമ്മളാദ്യം മനസ്സിലാക്കണം അയാൾക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഞാൻ തീർക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാൾക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഞാനും കൂടെ എടുത്ത് ഞാനും കൂടെ ചെന്ന പ്രശ്നത്തിലായി രണ്ടുപേരും കൂടെ വലിയ പ്രശ്നമാവുക എന്നുള്ള അല്ല വേണ്ടേ. പകരം ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന് പരിഹാരമായി മാറുകയാണ് വേണ്ടത്. ഇതങ്ങനെ ടെൻഷൻ അടിച്ചാൽ അങ്ങ് മാറുമോ? ഇല്ല. ഒരാൾക്കൊരു വിഷയം വന്നാൽ അവിടെ നിങ്ങളും കൂടെ വന്നിരുന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ഈ ടെൻഷൻ ഇരട്ടിക്കുകയുള്ളൂ. ഒരാൾ നിങ്ങളോട് വന്നിട്ട് സങ്കടം പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നിങ്ങളോട് സങ്കടം പറയുന്നത്. അപ്പൊ ആ സങ്കടം പറയുമ്പോൾ രണ്ട് കൈകളും വിരിച്ചു വെച്ച് നിങ്ങൾ അയാളെ വാരിപ്പുണരുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ വലുത് എന്താണുള്ളത്? കൂടെ നിന്നാ മതിയെന്നേ. ഏതൊരു ഇൻഡിവിജ്വലിനും അവനല്ലെങ്കിൽ അവൾ കടന്നു പോകുന്ന പ്രശ്നത്തിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം. നിങ്ങളോടും കൂടെ വന്ന് പറയുന്നേ ഉള്ളൂ, അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഓവറാക്കി ചാളമാക്കി കോളമാക്കി അയാൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നത്തിന്റെ ഡബിൾ പ്രശ്നം നിങ്ങളായിട്ടുണ്ടാക്കി. നിങ്ങളുടെ ആരോഗ്യം അത് വേണ്ട, സമാധാനമായിട്ട് നേരിടാമേ, അതാ നല്ലത്.